ഫ്രണ്ട്സ്, BAMS എക്സാം ADC യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ടോപ്പിക് ഡിസ്കഷനിലേക്ക് നമുക്കിന്ന് കടക്കാം. എക്സാം ഓറിയൻറ്റഡായി സിലബസ് വൈസ് പോയിൻറ്റ്സ് ആണ് സ്ലൈഡ്സിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ടോപ്പിക് കായ ചികിത്സ സെക്കൻഡ് പേപ്പർ പാർട്ട് 2 രസായന. ഫസ്റ്റ് ഓഫ് ഓൾ, ഡെറിവേഷൻ ഓഫ് ദി വേർഡ് രസായന. The word രസായന is made up of two words, രസ ആൻഡ് അയന. നമ്മുടെ ശരീരത്തിൽ ന്യൂട്രിയൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ബോഡി മെയിൻ്റനൻസ്, ഫങ്ഷനിങ് എക്സെട്ര. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും. സോ ഇവിടെ രസായനത്തിലെ രസ മീൻസ് ന്യൂട്രിയൻസ് ആൻഡ് അയന മീൻസ് ട്രാൻസ്പോർട്ടേഷൻ. സോ ഇൻ ഷോർട്ട്, രസായന റെഫേഴ്സ് ടു ഇംപ്രൂവ് ദി ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ന്യൂട്രിയൻ മെറ്റീരിയൽസ് ടു ബോഡി. ബോഡിയിലെ ന്യൂട്രിയൻ മെറ്റീരിയൽസിൻ്റെ ട്രാൻസ്പോർട്ടേഷനെ ഇംപ്രൂവ് ചെയ്യുന്ന ഒന്നാണ് രസായനം. ഡെഫിനിഷൻ: വാക്സിദ്ധി പ്രണതിം കാന്തി ലഭത്തെ വ രസായനാത് ലാഭോപായോ ഹി ശസ്താനം രസാധീനാം രസായനം. ചരകം ചികിത്സ, ഫസ്റ്റ് ചാപ്റ്റർ, 8th ശ്ലോകം. By rasayana we get benefits such as perfection in speech, brilliance, etc. So the means and measures of the methods by which one can achieve the excellence, the benefits of rasa is known as rasayana. മറ്റൊരു ഡെഫിനേഷനാണ് രസായനം ച തത് ജ്ഞേയം ജരാവ്യാധിനാശനം യഥാമൃത രുദന്തി ച ഗുഗുലശ്ച ഹരീതകി. ജരാവ്യാധിനാശനം, ജരാനാശനം ഏജിങ്ങിനെ കുറയ്ക്കുകയും വ്യാധിനാശനം ഇറ്റ് ക്യൂർസ് ഡിസീസസ്. എക്സാമ്പിൾസ്: അമൃത, രുദന്തി, ഗുഗുലു, ഹരീതകി. നെക്സ്റ്റ് ഇറ്റ് സിനോണിംസ് ഇൻക്ലൂഡ്സ് സ്വാസ്ഥ്യസ്യോർജസ്കരം, പ്രകൃതിസ്ഥാപനം, വയസ്ഥാപനം, ജരാനാശക, ആർത്തസ്യ രോഗനുത്. നെക്സ്റ്റ് കംസ് ബെനിഫിറ്റ്സ് ഓഫ് രസായന. അഷ്ടാംഗഹൃദയം ഉത്തരസ്ഥാനം, 39th ചാപ്റ്റർ, 1st to 2nd ശ്ലോകം. ദീർഘമായു സ്മൃതി മേധ്യം ആരോഗ്യം തരുണം വയഃ പ്രഭാവർണ്ണ സ്വരൗധാര്യ ദേഹ ഇന്ദ്രിയ ഫലോദയം വാക്സിദ്ധിം വൃഷതാം കാന്തി അവാപ്നോതി രസായനം ലാഭോവായു ഹി ശസ്താനം രസാദീനാം രസായനം. സോ ബെനിഫിറ്റ്സ് ഇൻക്ലൂഡ് ദീർഘമായു ലോങ് ലൈഫ്, സ്മൃതി മെമ്മറി, മേധ ആരോഗ്യം ഇൻ്റലിജൻസ് ഹെൽത്ത്, തരുണം വയഃ യൂത്ത്ഫുൾനെസ്, പ്രഭാവർണ്ണം കോംപ്ലക്ഷൻ ആൻഡ് കളർ, സ്വര ഔദാര്യം വോയിസ് ആൻഡ് ബീങ് ജനറസ്, ദേഹ ഇന്ദ്രിയ ബലോദയം ഇൻക്രീസ് ഓഫ് സ്ട്രെങ്ത് ഓഫ് ബോഡി ആൻഡ് സെൻസ് ഓർഗൻസ്, ദേഹ ആൻഡ് ഇന്ദ്രിയ, വാക്സിദ്ധിം വൃഷതാം കാന്തി പെർഫെക്ഷൻ ഇൻ സ്പീച്ച്, സെക്ഷുവാലിറ്റി ആൻഡ് ബ്രില്യൻസ്. All these constitute benefits of rasayana. Next, indications. പൂർവേ വയസ്സി മധ്യേവ തത് പ്രയോജ്യം ജിതാത്മനഃ സ്നിഗ്ധസ്യ ശ്രുതരക്തസ്യ വിശുദ്ധസ്യ ച സർവതഃ. അഷ്ടാംഗഹൃദയം ഉത്തരസ്ഥാനം, 39th ചാപ്റ്റർ, 3rd ശ്ലോകം. ഏജ് വൈസ് ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ഫോർ യങ് ആൻഡ് മിഡിൽ ഏജ്ഡ് പേഴ്സൺസ്. പൂർവേ വയസ്സി മധ്യേവ. Second one, jidatmanah, to those who are self-controlled. Third one, snigdasya srudarektasya vishuddhasya, after unction, bloodletting, purificatory therapies. Contraindications describes about 7 types of persons. By Sushruta: devoid of self-restraint, idle, poor, careless, addict, involved in sinful activities, averse to medicines. Aims of rasayana: prayogyam cha asya swasthasya swasthya rakshanam, to maintain the health of healthy individuals. Adurasya vigara prashamanam cha, to cure the disease of diseased ones. ചരക സംഹിത സൂത്രസ്ഥാനം, 30th ചാപ്റ്റർ, 26th ശ്ലോകം. ഹെൽത്തിയായ ഒരാളുടെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും ഡിസീസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ ഡിസീസിനെ ക്യൂറും ചെയ്യും. നെക്സ്റ്റ് മെയിൻ ഹെഡിങ് ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് രസായന. ടോട്ടലി മെയിനായിട്ട് 5 ക്ലാസിഫിക്കേഷനാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കീഴെ സബ് ക്ലാസിഫിക്കേഷനും. സോ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, രസായന ആസ് പെർ കണ്ടൻസ്. ഈദർ ഇറ്റ് ഇസ് ദ്രവ്യഭൂത രസായന ഓർ അദ്രവ്യഭൂത രസായന. ബേസ്ഡ് ഓൺ പ്രൊസീജിയർ, കുടിപ്രാവേശിക രസായന,
വാതാതപിക രസായന. ബേസ്ഡ് ഓൺ ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. ഫസ്റ്റ് വൺ ഔഷധ രസായന. രസായന ത്രൂ ഔഷധ ഡ്രഗ്സ്. ആഹാര രസായന. ആഹാര രസായന ത്രൂ ഡയറ്റ്. അചര രസായന. രസായന ത്രൂ കണ്ടക്ട്. അചര രസായനത്തിൻ്റെ റെഫറൻസാണ് ചരക ചികിത്സ ഫസ്റ്റ് ചാപ്റ്ററിലെ 4th പാർട്ടിലെ 30 to 35th ശ്ലോക. ഫോർത്ത് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു പ്രഭാവ. സംശോധന രസായന ആൻഡ് സംശമന രസായന. സംശോധന രസായന, ദോസ് ദാറ്റ് എലിമിനേറ്റ് ദി വിഷേറ്റഡ് ദോഷാസ് ബൈ ശോധന, എക്സ്പെല്ലിംഗ് ഫ്രം ബോഡി. എക്സാമ്പിൾ പിപ്പലി, യഷ്ടി, മധു എക്സെട്ര. സംശമന രസായനം, ദോസ് ദാറ്റ് ബ്രിങ് ദോഷ ശമന എഫക്റ്റ്. Last classification according to selection of rasayana. Under that, Kamya rasayana, Naimittika rasayana, Ajaska rasayana. Kamya rasayana means promoter of general health and longevity. General health-നെയും ലോങ്വിറ്റിനെയും പ്രൊമോട്ട് ചെയ്യുന്ന രസായനമാണ് കാമ്യ രസായനം. അതിൽ പ്രാണകാമ്യ, പ്രാണ promoter of vitality and longevity. Example, Tripala rasayanam. Second one, Medhyakamya, Medhya, so promoter of mental function. Example, Shankapushpi, Mandogavarni, Vaja. Third one, Sri Kamya, Sri, promoter of complexion and body luster. Example, Divya Ushadi. Second one, Naimittika rasayana, disease specific rasayana. In case of eye diseases, Tripala, Shadavari. TB, Pippali, Rasona, Shilajadu. Heart diseases, Arjuna, Shalavarni, Pushkaramula. Skin diseases, Bakuji, Ballataga, Vidanga. In diabetes, Shilajadu, Amalagi, Haridra. Anemia, Amalagi, Lava. ഇങ്ങനെ ഡിസീസ് സ്പെസിഫിക് ആയിട്ടുള്ള രസായനത്തിനെയാണ് നൈമിത്തിക രസായനം എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ആണ് അജസ്ക രസായനം, ഡെയിലി റൂട്ടീൻ യൂസ് രസായനം. ഡെയിലി യൂസ് കൊണ്ട് ലഭിക്കാവുന്ന രസായനം, അതിനെയാണ് അജസ്ക രസായനം എന്ന് പറയുക. എക്സാമ്പിൾ, ക്ഷീരം, ഘൃതം, അന്ന, ഹണി എക്സെട്ര. സോ നെക്സ്റ്റ് ഹെഡിങ് ഇസ് ഡോസ് ഓഫ് രസായന അക്കോർഡിംഗ് ടു ഏജ്. രസായന എന്ന് പറയുന്നത് ആൻറ്റി ഏജിങ് എഫക്ട്സ് നൽകുന്ന ഒന്ന് തന്നെയാണ്. എന്നാലും സുശ്രുതാചാര്യൻ്റെയും വാഗ്ഭടാചാര്യൻ്റെയും അഭിപ്രായ പ്രകാരം രസായന തെറാപ്പിയുടെ മാക്സിമം യൂട്ടിലിറ്റി ലഭിക്കുന്നത് അത് ഏർലി അഡൾട്ട് അല്ലെങ്കിൽ മിഡിൽ ഏജ് ലൈഫിൽ യൂസ് ചെയ്താലാവും. അതായത് 3rd to 5th ഡെക്കേഡിൽ രസായന തെറാപ്പി യൂസ് ചെയ്താൽ അതിൻ്റെ മാക്സിമം ബെനിഫിറ്റ് ലഭിക്കുന്നതാവും. ദ മാക്സിമം യൂട്ടിലിറ്റി ഓഫ് രസായന തെറാപ്പി ക്യാൻ ബി ഒബ്റ്റെയിൻഡ് വെൻ യൂസ്ഡ് ഡ്യൂറിങ് ഏർലി അഡൾട്ട് ആൻഡ് മിഡിൽ ഏജ് ലൈഫ് 3rd to 5th decade in spite of its anti-aging effects. So now we have reached കുടിപ്രാവേശിക രസായനം. ക്ലാസിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ബേസ്ഡ് ഓൺ പ്രൊസീജിയർ ദർ ആർ 2 types ഓഫ് രസായന, കുടിപ്രാവേശിക ആൻഡ് വാതാതപിക. അതിൽ ഫസ്റ്റ് വൺ കുടിപ്രാവേശിക രസായനം. ദിസ് ഇസ് കണ്ടക്റ്റഡ് ബൈ മേക്കിംഗ് എ പേഴ്സൺ ടു സ്റ്റേ ഇൻ എ സ്പെഷ്യൽ ചേംബർ and the person is subjected to shodhana chikitsa prior to administration of rasayana chikitsa. പേഴ്സണിനെ ഒരു സ്പെഷ്യൽ ചേംബറിൽ താമസിപ്പിച്ച് ചെയ്യുന്ന രസായന മെത്തേഡാണ് കുടിപ്രാവേശിക രസായനം. അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 90 days ആണ്. സോ ദ പ്രൊസീജിയർ ഓഫ് കുടിപ്രാവേശിക രസായന മെത്തേഡ് ഇസ് ഡിവൈഡഡ് ഇൻ ടു 3: പൂർവകർമ്മം, പ്രധാന കർമ്മം ആൻഡ് പശ്ചാത് കർമ്മം. അറ്റ് ഫസ്റ്റ്, പൂർവകർമ്മം. അഷ്ടാംഗഹൃദയം ഉത്തരസ്ഥാനം 39th ചാപ്റ്റർ 6th to 7th ശ്ലോക. പുരേ പ്രാപ്യ ഉപകരണേ ഹർമ്മ്യ നിവാദ നിർഭയേ ദിശ്യ ഉദീച്യാം ശുഭേദേശേ ത്രിഗർഭം സൂക്ഷ്മലോചന ധൂമ ആധവ രജോ വ്യാള സ്ത്രീ മൂഖാദ്യ വിലംഘിതാം സജ്ജവൈദ്യ ഉപകരണാം സുമൃഷ്ടാം കാര്യേത് കുടി. ഇൻ എ പ്ലേസ് ദാറ്റ് ഇസ് ഓസ്പിഷ്യസ് വെയർ ആർട്ടിക്കിൾസ് റിക്വയർഡ് ആർ അവൈലബിൾ, devoid of too much of breeze and other causes of fear. പുരേ പ്രാപ്യ ഉപകരണേ ഹർമ്മ്യ നിവാദ നിർഭയേ. അത്രയും വിശിഷ്ടവും എല്ലാ ആർട്ടിക്കിൾസും അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇത്തിരി ഗർഭകുടി ബിൽഡ് ചെയ്യേണ്ടത്.
A Trigarbhagudi has to be built up, placing its entrance towards north or east. It should be painted white. It should have 3 compartments, one inside the other with small openings. ദിശ്യോദീച്ചാം ശുഭേ ദേശേ ത്രിഗർഭാം സൂക്ഷ്മലോചന. അതിൻ്റെ എൻട്രൻസ് എപ്പോഴും നോർത്ത് അല്ലെങ്കിൽ ഈസ്റ്റ് ആയിരിക്കണം. വൈറ്റ് കളർ പെയിൻറ്റഡ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ഹാവ് 3 കമ്പാർട്ട്മെൻറ്റ്സ്, വൺ ഇൻസൈഡ് ദി അതർ വിത്ത് സ്മോൾ ഓപ്പണിംഗ്. സൂക്ഷ്മലോചന. തിക്ക് വാൾസ്, പിന്നെ ഗുഡ് സ്പേസ് വിത്ത് ഹൈ റൂഫ്, വെൽ ലൈറ്റഡ്, ഫ്രീ ഫ്രം smoke, sunlight, dust, wild animals, women, idiots, etc. Dhuma, Adaba, Tejo, Vyala, Stri, Mukha. Collection of Rasayana drugs is based on age, dosage state, Agni, Prakriti, residing area, etc. Purification is must prior to entry into Trigarbhagudi. Suitable person should first go through Samshodhana karma along with Samsarjana karma. So, Rasayana തെറാപ്പിക്ക് മുൻപേ അല്ലെങ്കിൽ ത്രിഗർഭകുടിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപേ പ്യൂരിഫിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. രസായന തെറാപ്പി ചെയ്യാൻ പോകുന്ന ആൾ ഷുഡ് ഫസ്റ്റ് ഗോ ത്രൂ സംശോധന കർമ്മം അലോങ് വിത്ത് സംസർജന കർമ്മം. പ്യൂരിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് അഷ്ടാംഗഹൃദയം ഉത്തരസ്ഥാനം 39th ചാപ്റ്ററിൽ 4th ശ്ലോക പറയുന്നുണ്ട്. Rasayana or Vajigata therapies administered to those whose body has not been purified becomes useless, just as coloring a dirty cloth. ശരീരം പ്യൂരിഫൈ ചെയ്യാത്ത ഒരവസ്ഥയിൽ രസായനമോ അല്ലെങ്കിൽ വാചീകരണ തെറാപ്പീസോ ചെയ്താൽ അതിൻ്റെ ഇഫക്ട്സ് എപ്പോഴും യൂസ്ലെസ് ആയിരിക്കും. ദേ വിൽ ബി നോ ബെനിഫിറ്റ്സ്, ജസ്റ്റ് ആസ് കളറിങ് എ ഡേർട്ടി ക്ലോത്ത്. നെക്സ്റ്റ്, ദ പേഴ്സൺ ഹു ഹാസ് അണ്ടർഗോൺ സ്നേഹന ആൻഡ് സ്വേദന should then drink hot water added with paste of Haridagi, Amalagi, Saindava, Nagara, Vaja, Haridra, Pippali, Vella, Kuda. സ്നേഹനം ആൻഡ് സ്വേദന ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ ഡ്രഗ്സ് ഒക്കെ ചേർത്തിട്ടുള്ള ഹോട്ട് വാട്ടർ കഴിക്കണം. സോ ബൈ ദിസ് ഹി പേർജസ് വിത്തൗട്ട് എനി ഡിഫിക്കൽട്ടി. ഹരിതകി, ആംലകം, സൈന്ധവ, നാഗരം, വജ, ഹരിദ്രാം, പിപ്പലിയും, വെല്ലം, കുടം ച ഉഷ്ണംബൂന പിബേ സ്നിഗ്ധസ്വിന്നോ നരഹ പൂർവം തേന സാധു വിരിച്യതേ. നെക്സ്റ്റ്, ദ പേഴ്സൺ ഹു ഹാസ് ബീൻ പ്യൂരിഫൈഡ് and who has followed the samsarjana karma should be given food prepared from yava only, added with ghee for 3, 5 or 7 days till the old feces gets purified. Tadaha shuddha shariraya krita samsarjanaya cha. പ്യൂരിഫിക്കേഷനും സംസർജന കർമ്മം ചെയ്തതിന് ശേഷം ത്രിരാത്രം പഞ്ചരാത്രം വ സപ്താഹം വ ഘൃതാൻവിധം ദത്യാദ്യാവകം should be given food prepared from yava only, added with ghee for ത്രിരാത്രം പഞ്ചരാത്രം സപ്താഹം 3, 5 or 7 days. ശുദ്ധേ പുരാണ ശക്രത്തെ അഥവാ till the old feces gets purified. സോ ഇങ്ങനെ എലിമെൻ്ററി ട്രാക്ട് കണ്ടീഷൻ ആയതിനു ശേഷം രസായന മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഹാവിംഗ് കണ്ടീഷൻ ദ എലിമെൻ്ററി ട്രാക്ട് ഇൻ ദിസ് മാനർ, ദ പേഴ്സൺ ഷുഡ് ബിഗിൻ ടു കൺസ്യൂം ദി രസായന whichever formula is found suitable after considering his habits etc. Ittam samskrita koshtasya rasayanam upaharet yasya yad yaugika pashyet sarvam alochya satmyavid. So next is pradhana karma. Ashtanga-hridayam uttarasthanam 39th chapter 8 to 10th sloka. Atha punye ahni sampujya pujyamstam pravishet shuchihi तत्र संशोधनैः शुद्धः सुखी जातवलः पुनः ब्रह्मचारी धृति युधः श्रद्धानो जितेन्द्रियः दान शील दया सत्यव्रत धर्मपरायणः देवता अनुस्मृतौ युक्तो युक्तस्वप्नप्रजागरः प्रिय औषधः पेशलवाक् प्रारभेद रसायनम्. On an auspicious day after worshipping those who are to be worshipped, he should enter the house. ത്രിഗർഭഗുഡിയിലേക്ക് പ്രവേശിക്കണം. Clean in body and mind. He should be purified, become free from diseases and obtain his earlier strength. In certain qualities പറയുന്നുണ്ട്. He should lead a life of celibacy, brahmacharya, courage, faithfulness, controlling the senses, granting gifts, compassion, truthfulness and righteous activities, dharma. Always thinking of divine beings, sleeping and
keeping awake in proper manner, fond of medicines and speaking pleasant words. Such a person, ഇത്രയും ക്വാളിറ്റി ഉള്ള പേഴ്സൺ ഷുഡ് ദെൻ സ്റ്റാർട്ട് കൺസ്യൂമിങ് മെഡിസിൻസ്. പശ്ചാത്കർമ്മം. So after assessment of the Rasayana effects, person will be moved from treatment chamber after 90 days along with following the religious worships. 90 ദിവസത്തിന് ശേഷം രസായന ഇഫക്ട്സ് അസസ് ചെയ്തതിന് ശേഷം ആളെ ട്രീറ്റ്മെൻറ്റ് ചേംബറിൽ നിന്ന് മൂവ് ചെയ്യണം. ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദിസ് പേഴ്സൺ ഷുഡ് സ്റ്റാർട്ട് സംസർജന കർമ്മ മണ്ഡപേയ വിലേബി യൂഷ ആൻഡ് വെൻ അഗ്നി റിട്ടേൺസ് ടു നോർമൽ സ്ലോലി റിട്ടേൺസ് ടു ഹിസ് നോർമൽ ഡയറ്റ്. ഇതിന് ശേഷം സംസർജന കർമ്മം നൽകുകയും അഗ്നി നോർമലായി കഴിഞ്ഞാൽ പതിയെ നോർമൽ ഡയറ്റിലേക്ക് തിരിച്ചു വരികയും വേണം. ദ ഡയറ്റ് ഷുഡ് ബി സാത്വിക ടൈപ്പ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ന്യൂട്രീഷ്യസ് ആയിരിക്കണം, ലൈറ്റ് ആയിരിക്കണം, പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്നതുമായിരിക്കണം. ഇൻഡിക്കേഷൻസ് ഓഫ് കുടിപ്രാവേശിക രസായനം. സമർത്ഥാനാം അരോഗാണാം ധീമതാം നിയതാത്മനാം കുടിപ്രവേശഃ ക്ഷണിനാം പരിച്ഛദവതാം ഹിതഃ അതോ അന്യത തു യേ തേഷാം സൗര്യമാരുതികോ വിധിഹി. ചരക ചികിത്സ ഫസ്റ്റ് ചാപ്റ്ററിലെ 4th പാർട്ടിലെ 27 to 28 ശ്ലോകം. സോ certain ക്വാളിറ്റീസ് മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ പേഴ്സൺസ് ഹാവിങ് ഫോളോയിങ് ക്വാളിറ്റീസ് ആർ സൂട്ടബിൾ ഫോർ കുടിപ്രാവേശിക. കുടിപ്രാവേശത്തിന് യോഗ്യരായ ആളുകളുടെ ക്വാളിറ്റീസ്. ദോസ് ഹു ആർ കേപ്പബിൾ ടു എക്സ്പെൻസ് മണി ഫോർ പ്രൊസീജിയറൽ റിക്വയർമെൻറ്റ്. Those who are free from diseases, both physical and mental ailments. Those who are wise. Those who have self-control over his sense organs. And those who have sufficient time. കാരണം ഡ്യൂറേഷൻ എത്രയാണ്? 90 days. So those who have sufficient time and desire to obtain better രസായന effect. So ഇതോടെ കുടിപ്രാവേശിക രസായനം കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് we move on to വാതാതപിക രസായന മെത്തേഡ്. So besides all these qualities mentioned above, person opposite to these qualities is suitable for Vadadabhiga Rasayana method. So next is Vadadabhiga Rasayana or Sauryamarutika method. Ashtangahridaya Muttayasthanam 39th chapter 143 to 145. കുടിപ്രവേശഃ ക്ഷണിനാം പരിച്ഛദവതാം ഹിതഃ അതോ അന്യത തു യേ തേഷാം സൗര്യമാരുതികോ വിധിഹി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പേഴ്സൺ ഓപ്പോസിറ്റ് ടു ദ ക്വാളിറ്റീസ് ഓഫ് കുടിപ്രാവേശിക ഇസ് സൂട്ടബിൾ ഫോർ വാതാതപിക രസായന മെത്തേഡ്. വാദ ആദപസഹ യോഗ വക്ഷ്യന്തേ അതോ വിശേഷതഃ സുഖ ഉപചാര ഭ്രംശേ അപി യേ ന ദേഹസ്യ ബാധകാഃ. ദ പേഴ്സൺസ് ഹു ആർ പ്രൂൺ ടു ബി എക്സ്പോസ്ഡ് ടു സൺ ആൻഡ് വിൻഡ് വാദ ആദപസഹ ആൻഡ് വിച്ച് ഡസ് നോട്ട് കോസ് ഹാം ടു ദി ബോഡി. ശീതോദകം പയഃ ക്ഷൗദ്രം കൃതം മേഘൈകശോ ദ്വിഷഃ ത്രിഷഃ സമസ്തമഥവാ പ്രാക് പീതം സ്ഥാപയേത് വയഃ. ശീതോദകം കോൾഡ് വാട്ടർ, പയഃ മിൽക്ക്, ക്ഷൗദ്രം ഹണി ആൻഡ് ഘൃതം ഗീ. ഈച്ച് വൺ സെപ്പറേറ്റ്ലി ഓർ ഇൻ കോമ്പിനേഷൻ ഓഫ് 2, 3 ഓർ ഓൾ ടുഗെദർ. ഒന്നുകിൽ സെപ്പറേറ്റ് ആയിട്ട് കഴിക്കുക, അല്ലെങ്കിൽ ഒരു കോമ്പിനേഷനായിട്ട് 2 എണ്ണത്തിൻ്റെ കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ 3, അല്ലെങ്കിൽ ഓൾ ടുഗെദർ മുഴുവനായിട്ട്. ഇഫ് കൺസ്യൂംഡ് ബിഫോർ ഫുഡ് ഇറ്റ് വിത്ത് ഹോൾഡ്സ് ഏജിങ് ആൻഡ് ഹീ ഷുഡ് അണ്ടർഗോ പ്യൂരിഫിക്കേറ്ററി മെഷേഴ്സ്. സോ ഇതോടെ വാതാതപിക രസായനവും കംപ്ലീറ്റ് ആയി. സോ ദ നെക്സ്റ്റ് ഹെഡിങ് ഇസ് immunomodulators in Rasayana. Rasayana drugs also act as immunomodulator. Example, Guduji, Haridra, Pipali, etc. Strengthening of immunity is done in various ways by promoting bodily defense mechanisms like increasing WBC count, improving immune function. WBC count കൂട്ടിയിട്ടും immune function improve ചെയ്തിട്ടും immunity strengthen ചെയ്യാവുന്നതാണ്. In an in vitro study on immunocompetent cells, aqueous extract of the stems of Guduchi was found enhancing T as well as B responses and protected mice against experimental infections. It was found that Guduchide stemile aqueous extract T as well as B responses ne improve chedu and also protected mice against experimental infections. Moreover,
Administration of Brahma Rasayanam, Amrita Prasha Rasayanam, Narasimha Rasayana are found to enhance the proliferation of lymphocytes. Brahma Rasayanam, Amrita Prasha Rasayanam, Narasimha Rasayanam administered ചെയ്തപ്പോൾ it was found that lymphocytes in the proliferation improve ചെയ്തു. So this is about immunomodulators in Rasayana. The next one is antioxidant action in Rasayana. So Rasayana drugs also act as antioxidants. Antioxidants means they are substances that reduce oxidative damage that caused by free radicals. Well-known antioxidants include a number of enzymes and other substances such as vitamin C, vitamin E and beta-carotene that are capable of counteracting the damaging effect to oxidation. So antioxidants include enzymes, vitamin C, vitamin E, beta-carotene, etc. Antioxidants also help in delayed aging. Aging in delay ചെയ്യും antioxidants because oxidative damage to cells is also an important phenomenon in aging. In a recent study whose diets had more vitamin E, carotenoids have less chance to develop type 2 diabetes mellitus. വിറ്റാമിൻ ഇയും കെറോട്ടിനോയിഡ്സും അധികമായിട്ടുള്ള ഡയറ്റ്സിൽ ടൈപ്പ് 2 ഡയബറ്റിസ് മെല്ലിറ്റസ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവായിരുന്നു. ആൻറ്റിഓക്സിഡൻസ് ഓൾസോ റെഡ്യൂസ് ദി റിസ്ക് ഓഫ് ക്യാൻസർ മോസ്റ്റ് പ്രോബ്ലി. എക്സാമ്പിൾ ഫോർ ആൻറ്റിഓക്സിഡൻറ്റ് ഡ്രഗ്സ് ആർ ആമല, അശ്വഗന്ധ, ഗുഡൂച്ചി എക്സെട്ര. ആൻഡ് മെയിൻ കോൺസ്റ്റിറ്റ്യൂൻസ് ഓഫ് ആമല include vitamin C, keratin, riboflavin. So this is all about antioxidant action. So ഇതോടെ സിലബസ് വൈസ് പോയിൻറ്റ്സ് കവർ ചെയ്തു. അതിൽ മിസ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ, നോളേജ് ഓഫ് കായകൽപ്പ, അജയ രസായനം. അജയ രസായനം ക്ലാസിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരീരചികിത്സ ഫസ്റ്റ് ചാപ്റ്ററിലെ 4th പാർട്ടിലെ 30 to 35th ശ്ലോക. നോളേജ് ഓഫ് കായകൽപ്പ മീൻസ് ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അപ്പോൾ രസായന ചികിത്സ. കായകൽപ്പ എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ രസായന ചികിത്സയുടെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ എഴുതിയാൽ മതിയാവും. നെക്സ്റ്റ് വൺ ഇസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആഫ്റ്റർ രസായന തെറാപ്പി. സോ ഇങ്ങനൊരു ടോപ്പിക്കിൻ്റെ കീഴെ നേരത്തെ സ്ലൈഡിൽ സൂചിപ്പിച്ച പശ്ചാത് കർമ്മം എഴുതിയാൽ മതിയാവും. ഇനി ലാസ്റ്റ് പോയിൻ്റാണ് രസായന യോഗ ആൻഡ് ഡയറക്ഷൻസ് ഫോർ ദിയർ യൂസ്. അഷ്ടാംഗ ഹൃദയത്തിലും ചരകത്തിലും ആയിട്ട് ഇഷ്ടംപോലെ യോഗങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. സിലബസിലാണെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഒരു യോഗവും പറഞ്ഞിട്ടുമില്ല. സോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെക്ക് ചെയ്തപ്പോൾ സർട്ടൻ യോഗാസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ അത് നമുക്ക് അടുത്ത 2 സ്ലൈഡിലായിട്ട് നോക്കാവുന്നതാണ്. സോ നൗ വി ഷാൽ മൂവ് ഓൺ ടു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ എസ് എ ചോദിച്ചിരിക്കുന്നത് ഏപ്രിൽ 2012 സ്കീമിൻ്റെ മെയിൻ പേപ്പറിൽ ഡിഫൈൻ രസായന, ഡിസ്ക്രൈബ് കുടി പ്രാവേശിക രസായന തെറാപ്പി ഇൻ ഡീറ്റെയിൽ വിത്ത് ഇറ്റ്സ് മോഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, പഥ്യ ആൻഡ് അപഥ്യം. 5 മാർക്സിൽ ഹൗ ഡു യു അഡ്മിനിസ്റ്റർ വർദ്ധമാന പിപ്പലി കൽക്ക, എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ. സോ വർദ്ധമാന പിപ്പലി കൽക്കത്തിൻ്റെ റെഫറൻസ് എന്ന് പറയുന്നത് ചരക സംഹിത ചികിത്സാസ്ഥാനം ഫസ്റ്റ് ചാപ്റ്റർ 3rd പാർട്ട് 36 to 39th ശ്ലോക. 5 മാർക്സിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ രസായന ആൻഡ് വാജീകരണ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദം. 3rd വൺ അഗസ്ത്യ രസായന യോഗ. 4th വൺ എക്സ്പ്ലെയിൻ ഇമ്പോർട്ടൻസ് ഓഫ് അജയ രസായന ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് സ്ട്രെസ് മാനേജ്മെൻറ്റ്. 5th വൺ ഡിഫൈൻ രസായന, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വാതാത്മിക ആൻഡ് കുടിപ്രാവേശിക മെത്തേഡ്. നെക്സ്റ്റ് അണ്ടർ 3 മാർക്സ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാതാത്മിക രസായനം, സെക്കൻഡ് വ്യാധിഹര രസായനം. നെക്സ്റ്റ് നെയിം 3 മേധ്യ രസായന യോഗാസ്. 4 മേധ്യ രസായന യോഗാസ് എന്നും പറഞ്ഞ് ചരക സംഹിത ചികിത്സാസ്ഥാനം ഫസ്റ്റ് ചാപ്റ്റർ 3rd പാർട്ടിൽ 30th ശ്ലോകത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ശിലാജതു രസായന. 5th വൺ മേധ്യ രസായനം ചരക സംഹിത ചികിത്സാസ്ഥാനം ഫസ്റ്റ് ചാപ്റ്റർ 3rd പാർട്ട് 30 to 31st ശ്ലോക. രസായന ഇൻ വാർദ്ധക്യ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുടിപ്രാവേശിക രസായന. ആൻഡ് ഫൈനലി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആഫ്റ്റർ രസായന തെറാപ്പി. സോ യോഗാസ് മാത്രം നോക്കുകയാണെങ്കിൽ 3 മാർക്സിന് ശിലാജതു രസായനം, മേധ്യ രസായനം, നെയിം 3 മേധ്യ രസായന യോഗാസ്. 5 മാർക്സിനാണെങ്കിൽ വർദ്ധമാന പിപ്പലി കൽക്കം ആൻഡ് അഗസ്ത്യ രസായന യോഗ. ഇത്രയും യോഗങ്ങളാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്. സോ
here we have come to the end of the topic Rasayana. Hope these slides and description on topic Rasayana will make your learning much easier. Thank you all.